ഗായകൻ ശ്രീ ബിജു നാരായണൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ബിജു നാരായണൻ, ജാനകി അമ്മ ഇനി നമുക്കൊപ്പമില്ല. 48,000 ഗാനങ്ങൾ ഈ ജീവിതകാലത്തിനിടയ്ക്ക് അവർ പാടിയിരുന്നു, നമുക്ക് സമ്മാനിച്ചിരുന്നു എന്നുള്ള കണക്ക് കൂടി വരുമ്പോൾ ഏറ്റവും സാർത്ഥകമായ ഒരു ജീവിതം അവസാനിച്ചിരിക്കുന്നു. എങ്ങനെ ഓർമ്മിക്കുന്നു? തീർച്ചയായിട്ടും പറഞ്ഞാലും സത്യമാണ്. ഞാൻ വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു ന്യൂസ് ഇപ്പോൾ കേട്ടത്. ഞാനിപ്പോ നാട്ടിലില്ല, അമേരിക്കയിലാണ് ഉള്ളത്, ഷിക്കാഗോയില്. രാവിലെ ഞാൻ പെണിറ്റത് തന്നെ ഈ ഒരു വേദന നിറഞ്ഞ ന്യൂസ് കേട്ടിട്ടാണ്. ഒരുപാട് സങ്കടം. ഒരുപാട് നല്ല ഓർമ്മകൾ അമ്മയായിട്ടുണ്ട്. 4 റെക്കോർഡിങ്സ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഓർമ്മ ആണെങ്കിൽ ചെന്നൈയിൽ ഒരു ഡിവോഷൻ വർക്കാണ്, ഡൽഹിയിലെ പണിക്കേഴ്സ് ട്രാവൽസിന്റെ ഒരു വർക്കിനാണ് ഒരുമിച്ച് കാണുന്നതും അമ്മയുടെ അമ്മ പാടുന്നതൊക്കെ അടുത്ത് നിന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മുതൽ നല്ലൊരു ബന്ധമായിരുന്നു ജാനകിയമ്മയായിട്ടുള്ളത്. പിന്നീട് മറ്റ് ചില റെക്കോർഡിങ്സ്, ഒരുപാട് പ്രോഗ്രാംസ് അമ്മയായിട്ട് ചെയ്യാൻ. ഈ സ്റ്റേജിൽ പാടുമ്പോൾ എസ് ജാനകി എങ്ങനെയാണ് വ്യത്യസ്തയാവുന്നത്? ഒന്ന് അത് പറയാൻ പറ്റുമോ? കാരണം ബാക്കി എല്ലാവരും അലിഞ്ഞ കയ്യും ഒക്കെ എടുത്ത് പാടുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഒരു അനങ്ങാതെ നിന്ന് ഒരു സ്വരം ആ ശരീരത്തിൽ നിന്ന് വരുന്നതുപോലും മനസ്സിലാകാത്ത രീതിയിൽ ഡയറി നോക്കി പാടുന്ന ജാനകിയമ്മയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ല, അത് സ്റ്റേജിൽ മാത്രമല്ല, റെക്കോർഡിങ്ങിനും അതെ. കാരണം അമ്മയുടെ ആ ചുണ്ടുകൾ ചലിപ്പിക്കുന്ന പോലും കാണാൻ സാധിക്കില്ല. കയ്യോ ഒന്നും അനക്കുകയോ ഒന്നും ഉണ്ടാവില്ല. വളരെ ആ ഒരു ഇപ്പൊ നമുക്കറിയാം പല എക്സ്പ്രഷനുകളും കുട്ടികളുടെ വോയിസിൽ എത്രയോ നല്ല പാട്ടുകൾ പാടിയിരിക്കുന്നു. അതൊരു പാത്തോസ് ആണെങ്കിൽ ശരി, അത് പാടുമ്പോൾ അമ്മ തന്നെയാണ്, അമ്മയുടെ ചുണ്ടിൽ നിന്നാണ് ഈ പാട്ട് വരുന്നത് പോലും നമുക്ക് തോന്നിപ്പോവും അത്രത്തോളം. പക്ഷെ ആ ശബ്ദം പുറത്തേക്ക് വരുമ്പോ നമ്മളിപ്പോ ഒരു എന്താ പറയാ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും ആ ക്യാരക്ടറായിട്ട് അത്രത്തോളം മാച്ചായിരിക്കും ജാനകിയമ്മയുടെ വോയിസും ഫീല്. ജാനകിയമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ സിംഗേഴ്സ് അമ്മയുടെ ഫീലിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുക. കാരണം ഏത് പാട്ടും അതേ ഫീലോട് കൂടി ആ ശബ്ദത്തിൽ തന്നെ ഒരു ഫീൽ ഉണ്ട്. അതാണ് അമ്മ മറ്റ് ഗായകന്മാർ വ്യത്യസ്തയാക്കുന്നത്. വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ കണ്ടിട്ട് കുറച്ച് ആളുകളായി. ചെന്നൈയിലാണോ ഹൈദരാബാദായിരുന്നു എനിക്കറിയില്ല. അല്ല, മൈസൂരിൽ വെച്ചാണ് അന്ത്യം എന്നാണ് നമുക്ക് വാർത്ത കിട്ടിയിരിക്കുന്നത്. മൈസൂരിൽ വെച്ചാണോ അന്ത്യം? ഓക്കെ. അപ്പൊ കുറച്ചാളെ കണ്ടിട്ട്. കുടുംബം എന്ന് പറയുന്നത് ജാനകിയമ്മയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഒരു മകനുണ്ടായിരുന്നത് ഈ അടുത്താണ് മരിച്ചത് അല്ലേ? അതെ. മകനൊക്കെ നല്ല ബന്ധുവായിരുന്നു. ഞാൻ മകനെ 3-4 വിളിച്ചിട്ടുണ്ട് ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. കാരണം ഞാൻ ദുബായിൽ വെച്ചാണ് അദ്ദേഹത്തായിട്ടുള്ള നല്ലൊരു ബന്ധം ഉണ്ടാക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹവും അമ്മയെ വിട്ടുപോയി. എന്റെ ഈ അവസരത്തില് എല്ലാവിധ ദുഃഖവും ഞാൻ ഈ അവസരത്തില് രേഖപ്പെടുത്തുകയാണ്. വളരെ നന്ദി ശ്രീ ബിജു നാരായണൻ.